കൂട്ടത്തിൽ ഒരാൾക്ക് അറ്റൻഷൻ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മളും അനുഭവിക്കുന്ന അവസ്ഥ തെളിഞ്ഞു വരും. നമ്മുടെ കൂട്ടത്തിലിരുന്ന് പരസ്പരം അവരുടെ സമ്പർക്കവും അവരുടെ അനുഭവതലങ്ങളെയും ഷെയർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ, അത് നിരന്തരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഭാഗം മെച്ചപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. യാതൊരു കാരണത്തിലൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇത് ഒരാൾക്ക് വേറൊരു കാര്യം, മറ്റൊരാൾക്ക് വേറെ ചില കാര്യങ്ങൾ, അങ്ങനെ വരുമ്പോഴാണ് ഈ തെളിച്ചമില്ലാത്തത്, ഒത്തൊരുമയില്ലാണ്ട് പോകുന്നത്. അല്ലാണ്ട് വേറെ യാതൊരു കാര്യമില്ല. നന്നായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഭാഗം അറിയണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിലുള്ളവരോട് സഹകരിക്കുക, ഉള്ളു തുറന്ന് സഹകരിക്കുക. അവിടെ എന്തൊക്കെ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും ആ അഭിപ്രായ ഭിന്നതയെ എടുത്തു കളഞ്ഞ് ഒരുമിക്കുന്നതാണ് ജീവിതം. അല്ല എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോകുന്നു, അതിനു വേണ്ടിയിട്ട് മറ്റാളെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വേസ്റ്റാണ്. അതുകൊണ്ട് നാശമേ ഉണ്ടാകത്തുള്ളൂ. എൻ്റെ ഇഷ്ടം അല്ല ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് എൻ്റെ അനുഭവമാണ്. അനുഭവത്തിൽ തുടർച്ചയും വേണം, അത് കൃത്യമായിരിക്കണം. അനുഭവം തുടർച്ചയായിരിക്കണം. അവിടെയാണ് പങ്കാളിത്തം ഏറ്റവും മനോഹരമാകുന്നത്.